സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് PSC ബുള്ളറ്റിൻ സ്പെഷ്യൽ തന്നിരിക്കുന്ന ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, നാട്ടുരാജ്യ സംയോജനത്തിനായി രൂപവത്കരിച്ച സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച മലയാളി VP മേനോനാണ്. നാട്ടുരാജ്യ സംയോജനത്തിനായി രൂപവത്കരിച്ച സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ച മലയാളിയാണ് VP മേനോൻ. പാർലമെന്റ് ഇൻഡീസെന്റ് റെപ്രസെന്റേഷൻ ഓഫ് വിമൺ ആക്ട് പാസാക്കിയ വർഷം 1986. പാർലമെന്റ് ഇൻഡീസെന്റ് റെപ്രസെന്റേഷൻ ഓഫ് വിമൺ ആക്ട് പാസാക്കിയ വർഷം 1986. പാലക്കാട് ശബരി ആശ്രമത്തിന്റെ സ്ഥാപകൻ എവിടെയാണ്? പാലക്കാട് ശബരി ആശ്രമത്തിന്റെ സ്ഥാപകൻ TR കൃഷ്ണസ്വാമി അയ്യറാണ്. TR കൃഷ്ണസ്വാമി അയ്യർ. നിജാനന്ദ വിലാസം രചിച്ചത്. നിജാനന്ദ വിലാസം എന്ന കൃതി ആരുടേതാണ്? ചട്ടമ്പി സ്വാമികളുടേതാണ്. ചട്ടമ്പി സ്വാമികൾ. പാലിയം സത്യാഗ്രഹം ആരംഭിച്ച തീയതി 1947 ഡിസംബർ 4. പാലിയം സത്യാഗ്രഹം ആരംഭിച്ച തീയതിയാണ് 1947 ഡിസംബർ 4. അടുത്ത ചോദ്യം, ബദൽ നോബൽ എന്നറിയപ്പെടുന്ന സമ്മാനം. ബദൽ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്നത് റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡാണ്. ബദൽ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്നത് റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡ്. ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ജലാംശം ആഗിരണം ചെയ്യുന്ന ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഭാഗം വൻകുടലാണ്. ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ജലാംശം ആഗിരണം ചെയ്യുന്ന ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഭാഗം വൻകുടൽ. ഭക്ഷണമായി ഉപയോഗിക്കുന്ന ഒരു ആസിഡ് അസറ്റിക് ആസിഡ് ആണ്. ഭക്ഷണമായി ഉപയോഗിക്കുന്ന ഒരു ആസിഡ് അസറ്റിക് ആസിഡ്. ഭരണഘടനയുടെ 5 മുതൽ 11 വരെയുള്ള അനുച്ഛേദങ്ങൾ എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? പൗരത്വത്തെ കുറിച്ചാണ്. ഭരണഘടനയുടെ 5 മുതൽ 11 വരെയുള്ള അനുച്ഛേദങ്ങൾ എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? പൗരത്വം. ശ്രാവണ ബലഗോളയിലെ പ്രസിദ്ധമായ ഉത്സവമാണ് മഹാമസ്തകാഭിഷേകം. എവിടത്തെയാണ്? ശ്രാവണ ബലഗോളയിലെ പ്രസിദ്ധമായ ഉത്സവമാണ് മഹാമസ്തകാഭിഷേകം. പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് C. കേശവനാണ്. പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് C. കേശവൻ. 19-ാം നൂറ്റാണ്ടിലെ സാമൂഹിക അനാചാരങ്ങൾ പ്രമേയമാക്കി സരസ്വതി വിജയം എന്ന നോവൽ എഴുതിയത്. സരസ്വതി വിജയം എന്ന നോവൽ എഴുതിയത് പോത്തേരി കുഞ്ഞമ്പുവാണ്. പോത്തേരി കുഞ്ഞമ്പു. നോവലിന്റെ പേര് സരസ്വതി വിജയം, എഴുതിയത് പോത്തേരി കുഞ്ഞമ്പു. ബുദ്ധമത വിഹാരത്തിനുള്ള പാലി ഭാഷയിലെ വാക്കിൽ നിന്ന് പേര് ലഭിച്ച സംസ്ഥാനം ബീഹാർ ആണ്. ഏത് ഭാഷയിലെ? പാലി. ബുദ്ധമത വിഹാരത്തിനുള്ള പാലി ഭാഷയിലെ വാക്കിൽ നിന്ന് പേര് ലഭിച്ച സംസ്ഥാനമാണ് ബീഹാർ. ബംഗ്ലാദേശിന്റെ സ്ഥാപകൻ മുജീബ് റഹ്മാൻ. ബംഗ്ലാദേശിന്റെ ദേശീയ കായിക വിനോദം കബഡി. ബ്യൂഫോർട്ട് സ്കെയിൽ എന്തളക്കാനാണോ ഉപയോഗിക്കുന്നത്? ബ്യൂഫോർട്ട് സ്കെയിൽ ഉപയോഗിക്കുന്നത് കാറ്റിന്റെ വേഗം അളക്കാനാണ്. കാറ്റിന്റെ വേഗം. പ്രപഞ്ചത്തിന്റെ വികാസത്തിന് തെളിവ് നൽകിയതാര്? എഡ്വിൻ ഹബിൾ ആണ്. എഡ്വിൻ ഹബിൾ. 1744 കൊച്ചിയിലെ ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചത് ഡച്ചുകാരാണ്. 1744 കൊച്ചിയിലെ ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചത് ആരാണ്? ഡച്ചുകാരാണ്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ വർഷമാണ് 1888. പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ആദ്യ പുസ്തകമാണ്
സ്തോത്രമന്ദാരം. സ്തോത്രമന്ദാരം എന്നത് ആരുടെ കൃതിയാണ്? പണ്ഡിറ്റ് കറുപ്പന്റെ കൃതിയാണ്. പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ആദ്യത്തെ പുസ്തകമാണ് സ്തോത്രമന്ദാരം. ഡ്രീമിംഗ് ബിഗ്, മൈ ജേണി ടു കണക്ട് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് സാം പിട്രോഡയാണ്. ഡ്രീമിംഗ് ബിഗ്, മൈ ജേണി ടു കണക്ട് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? സാം പിട്രോഡ. ഭാഷാടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടി 1947 തൃശൂരിൽ നടന്ന ഐക്യ കേരള കൺവെൻഷനിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? കെ കേളപ്പനാണ്. ഭാഷാടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടി 1947 തൃശൂരിൽ നടന്ന ഐക്യ കേരള കൺവെൻഷനിൽ അധ്യക്ഷത വഹിച്ചത് കെ കേളപ്പൻ. ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് എവിടെയാണ്? വെല്ലൂരാണ്. വെല്ലൂർ. ശ്രീ ശങ്കരാചാര്യർ ഊന്നൽ നൽകിയ മാർഗം ജ്ഞാനമാർഗമാണ്. ജ്ഞാനമാർഗം. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ ജീവചരിത്രം രചിച്ചത് മൂർക്കോത്ത് കുമാരനാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ ജീവചരിത്രം രചിച്ചത് ആരാണ്? മൂർക്കോത്ത് കുമാരൻ. ശ്രീലങ്ക ഏത് സമുദ്രത്തിലാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ശ്രീലങ്ക. ശ്രീലങ്കയുടെ പഴയ പേരാണ് സിലോൺ. ഗ്രീക്ക് റോമൻ നാവികനായ ഹിപ്പാലസ് കൊടുങ്ങല്ലൂരിൽ വന്ന വർഷം AD 45. ഗ്രീക്ക് റോമൻ നാവികനായ ഹിപ്പാലസ് കൊടുങ്ങല്ലൂരിൽ വന്ന വർഷം AD 45. 1929 സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബ് പൊട്ടിക്കാൻ നേതൃത്വം നൽകിയത് ആരാണ്? ഭഗത് സിംഗ് ആണ്. 1929 സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബ് പൊട്ടിക്കാൻ നേതൃത്വം നൽകിയത് ഭഗത് സിംഗ്. 1785 ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ചാൾസ് വിൽക്കിൻസ് ആണ്. 1785 ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ചാൾസ് വിൽക്കിൻസ്. ക്ഷയരോഗത്തിന് കാരണമായ രോഗാണുവാണ് ബാക്ടീരിയ. ക്ഷയരോഗം ബാക്ടീരിയ. ക്ഷാരപദാർത്ഥങ്ങൾ ലിറ്റ്മസിന്റെ നിറം ചുവപ്പിൽ നിന്നും ഡാഷാക്കുന്നു. നീല നിറമാക്കുന്നു. എന്ത് പദാർത്ഥങ്ങളാണ്? ക്ഷാരപദാർത്ഥങ്ങൾ ലിറ്റ്മസിന്റെ നിറം ചുവപ്പിൽ നിന്നും നീല ആക്കുന്നു. ക്ഷീരപഥ കേന്ദ്രത്തെ ഒരു പ്രാവശ്യം വലം വയ്ക്കാൻ സൂര്യൻ എടുക്കുന്ന സമയം അറിയപ്പെടുന്നത് കോസ്മിക് ഇയർ എന്നാണ്. ക്ഷീരപഥ കേന്ദ്രത്തെ ഒരു പ്രാവശ്യം വലം വയ്ക്കാൻ സൂര്യൻ എടുക്കുന്ന സമയം അറിയപ്പെടുന്നത് കോസ്മിക് ഇയർ. ക്ഷീരോൽപ്പന്നങ്ങൾക്ക് പ്രസിദ്ധമായ ആനന്ദ് ഏത് സംസ്ഥാനമാണ്? ആനന്ദ് ഗുജറാത്തിലാണ്. ഗുജറാത്ത്. 180 ഡിഗ്രി രേഖാംശം അറിയപ്പെടുന്ന പേര് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രി രേഖാംശം അറിയപ്പെടുന്ന പേരാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. 1936 ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ച സ്ഥാപനം ആകാശവാണിയായ വർഷം 1957 ആണ്. ആകാശവാണിയായത് 1957. 1936 മുതൽ എന്തോപ്യയുടെ ഭാഗമായിരുന്ന ഈ രാജ്യം 1993 സ്വതന്ത്രമായി. പേര് എറിത്രിയ. 1955 മുമ്പ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേര് ഇംപീരിയൽ ബാങ്ക്. ഏത് വർഷത്തിന് മുമ്പ്? 1955 മുമ്പ്. ഇംപീരിയൽ ബാങ്ക് എന്നറിയപ്പെട്ടത് ഏത് ബാങ്കാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. 1938 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടിപ്പിച്ച നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി ആരെയാണ് ചുമതലപ്പെടുത്തിയത്? ജവഹർലാൽ നെഹ്റു. 1938 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടിപ്പിച്ച നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി ആരെയാണ് ചുമതലപ്പെടുത്തിയത്? ജവഹർലാൽ നെഹ്റു. 1946 നാവിക കലാപം ഏതു തുറമുഖത്താണ് ആരംഭിച്ചത്? നാവിക കലാപം നടന്നത് എവിടെയാണ്? മുംബൈയിലാണ്. മുംബൈ. 1946 നാവിക കലാപം ഏത് തുറമുഖത്താണ് ആരംഭിച്ചത്? മുംബൈയിലാണ്. 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആയതോടെ നിർത്തലാക്കിയ പദവി ഗവർണർ ജനറൽ. ഗവർണർ ജനറൽ. അധസ്ഥിത സമുദായങ്ങളെ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പണ്ഡിറ്റ് കറുപ്പൻ രചിച്ചൊരു കാവ്യശില്പമാണ് ജാതിക്കുമ്മി. ജാതിക്കുമ്മി എന്ന കൃതി ആരുടേതാണ്?
പണ്ഡിറ്റ് കറുപ്പൻ്റെതാണ്. പണ്ഡിറ്റ് കറുപ്പൻ. അനസ്ത്യാസയുടെ രക്തസാക്ഷ്യം രചിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? കരളിലാണ്. കരൾ. മനുഷ്യ ശരീരത്തിൽ ശരാശരി എത്ര ലിറ്റർ ജലമുണ്ടാകും? 45. മനുഷ്യന്റെ ത്വക്കിന്റെ ശരാശരി വിസ്തീർണം 20 ചതുരശ്ര അടി. മനുഷ്യന്റെ ത്വക്കിന്റെ ശരാശരി വിസ്തീർണം 20 ചതുരശ്ര അടി. അന്താരാഷ്ട്ര സിവിൽ വ്യോമയാന സംഘടനയുടെ ആസ്ഥാനം മോൺട്രിയൽ ആണ്. മോൺട്രിയൽ. അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം സ്ഥാപിച്ചത് MG രാമചന്ദ്രൻ. അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം സ്ഥാപിച്ചത് MG രാമചന്ദ്രൻ. അമേരിക്കൻ ഐക്യനാടുകൾക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി സമ്മാനിച്ച രാജ്യം ഫ്രാൻസ് ആണ്. അമേരിക്കൻ ഐക്യനാടുകൾക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി സമ്മാനിച്ച രാജ്യം ഏതാണ്? ഫ്രാൻസ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ അലക്സാണ്ടർ കണ്ണിങ്ഹാം. അലക്സാണ്ടർ കണ്ണിങ്ഹാം. മൗസിന്റെ ഉപജ്ഞാതാവ് ഡഗ്ലസ് എൻഗൽബർട്ട്. മണിമേഖല രചിച്ചതാര്? സത്തനാർ. മണിമേഖല. അണുഭാരം ഏറ്റവും കൂടിയ സ്വാഭാവിക മൂലകം യുറേനിയം. അണുഭാരം ഏറ്റവും കൂടിയ സ്വാഭാവിക മൂലകമാണ് യുറേനിയം. അണുപ്രസരണം അളക്കുന്ന ഉപകരണമാണ് ഗീഗർ കൗണ്ടർ. അണുപ്രസരണം അളക്കുന്ന ഉപകരണമാണ് ഗീഗർ കൗണ്ടർ. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയത് ബിന്ദേശ്വരി പ്രസാദ് മണ്ഡൽ. ബിന്ദേശ്വരി പ്രസാദ് മണ്ഡലാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ആൽഫബറ്റ് സൂപ്പ് ഫോർ ലവേഴ്സ് എന്ന പുസ്തകം രചിച്ചത് അനിത നായർ. ആരുടെ പ്രസംഗത്തിൽ നിന്നാണ് 1959 വിമോചന സമരത്തിന് പേര് ലഭിച്ചത്? പനമ്പിള്ളി ഗോവിന്ദ മേനോൻ. ആരുടെ പ്രസംഗത്തിൽ നിന്നാണ് 1959 വിമോചന സമരത്തിന് പേര് ലഭിച്ചത്? പനമ്പിള്ളി ഗോവിന്ദ മേനോൻ. യാത്രികർക്ക് പ്രിയപ്പെട്ട രാജ്യം എന്നറിയപ്പെടുന്നത് ഫ്രാൻസ്. യാർക്കുങ് സാങ്പോ നദി ഹിന്ദിയിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? ബ്രഹ്മപുത്ര. യാർക്കുങ് സാങ്പോ ബ്രഹ്മപുത്ര. കേരളത്തിലെ നദികളിൽ ഏറ്റവും ചെറുത് മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരം. അരിയാലൂർ തീവണ്ടി അപകടത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മന്ത്രിസ്ഥാനം രാജിവെച്ചത് ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ്. ആസ്ട്രോസാറ്റ് വിക്ഷേപിച്ചത് എന്നാണ്? ആസ്ട്രോസാറ്റ് 2015 സെപ്റ്റംബർ 28 ആസ്ട്രോസാറ്റ് വിക്ഷേപിച്ചത്. മഹാത്മാഗാന്ധി അയ്യങ്കാളി കൂടിക്കാഴ്ച നടന്ന വർഷം 1937. മഹാത്മാഗാന്ധി അയ്യങ്കാളി കൂടിക്കാഴ്ച നടന്ന വർഷം 1937. മാതൃഭൂമിയുടെ ആദ്യ മാനേജിംഗ് ഡയറക്ടർ കെ മാധവൻ നായർ. മാതൃഭൂമിയുടെ ആദ്യത്തെ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്നത് കെ മാധവൻ നായർ. മുഗൾ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയത് ആരാണ്? ഷാജഹാൻ ആണ്. മുഗൾ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയത് ഷാജഹാൻ. കമ്മ്യൂണിറ്റി പോലീസിംഗ് സംവിധാനമായ ജനമൈത്രി ആരംഭിച്ച വർഷം 2008. ജനമൈത്രി ആരംഭിച്ചത് 2008. കറൻസി നോട്ടുകളിൽ റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പ് എത്ര ഭാഷകളിലാണ് കാണപ്പെടുന്നത്? 2. കറൻസി നോട്ടുകളിൽ റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പ് എത്ര ഭാഷകളിലാണ് കാണപ്പെടുന്നത്? 2. രാജീവ് ആവാസ് യോജനയുടെ ലക്ഷ്യം ചേരി രഹിത ഇന്ത്യ. ചേരി രഹിത ഇന്ത്യ. രാജീവ് ആവാസ് യോജനയുടെ ലക്ഷ്യമാണ് ചേരി രഹിത ഇന്ത്യ. സോയാബീനിൽ അടങ്ങിയിട്ടുള്ള അമ്ലം ഫൈറ്റിക് ആസിഡ് ആണ്. ഫൈറ്റിക് ആസിഡ്. സോയാബീനിൽ അടങ്ങിയിട്ടുള്ള അമ്ലമാണ് ഫൈറ്റിക് ആസിഡ്. ആത്മാനുതാപം രചിച്ചത്? ആത്മാനുതാപം എന്ന കൃതി കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ആത്മാവിലേക്കുള്ള ജാലകം എന്നറിയപ്പെടുന്ന ശരീരഭാഗമാണ് കണ്ണ്. ആദ്യമായി ഡൽഹിക്ക് പുറത്ത്
സേനാ മേധാവികളുടെ സംയുക്ത യോഗം നടന്നത് എവിടെയാണ്? INS വിക്രമാദിത്യയിലാണ്. ആദ്യത്തെ ഫുട്ബോൾ ലോകകപ്പ് വിജയ് ഉറോഗോ. ആദ്യത്തെ സാഫ് ഗെയിംസ് വേദി കാഠ്മണ്ഡു. ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിച്ചപ്പോൾ പ്രസിഡന്റ് KR നാരായണൻ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ഉപഗ്രഹം INSAT 2A. ഇന്ത്യൻ നാവികസേനയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗത്വമെടുത്ത ആദ്യത്തെ മലയാളി GP പിള്ള. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗത്വമെടുത്ത ആദ്യത്തെ മലയാളിയാണ് GP പിള്ള. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദം അലങ്കരിച്ച മലയാളി C ശങ്കരൻ നായരാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദം അലങ്കരിച്ച മലയാളി ആരാണ്? C ശങ്കരൻ നായർ. ഇന്ത്യൻ എപ്പിഗ്രാഫിയുടെ പിതാവ് ജെയിംസ് പ്രിൻസെപ്പ് ആണ്. ജെയിംസ് പ്രിൻസെപ്പ്. ഇന്ത്യൻ എപ്പിഗ്രാഫിയുടെ പിതാവ് ആരാണ്? ജെയിംസ് പ്രിൻസെപ്പ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭരണഘടനാ ഭാഗം ആമുഖമാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ആമുഖം. ഇന്ത്യയിൽ 1946 സെപ്റ്റംബർ 2 രൂപവത്കരിക്കപ്പെട്ട ഇടക്കാല മന്ത്രിസഭയുടെ ഉപാധ്യക്ഷ പദവി വഹിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിൽ ഇന്റർനെറ്റ് ഉപയോഗം നിയന്ത്രിക്കുന്ന നിയമം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ആണ്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000. ഇന്ത്യയിൽ റെയിൽവേ നിലവിൽ വന്ന ആദ്യ നഗരം ഏതാണ്? മുംബൈ ആണ്. ഇന്ത്യയിൽ റെയിൽവേ നിലവിൽ വന്ന ആദ്യത്തെ നഗരം മുംബൈ. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതിയാണ്. ഇന്ത്യയിലെ പ്രധാന വജ്രഖനി ഏതാണ്? പന്നയാണ്. പന്ന. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് മീനങ്ങാടിയാണ്. മീനങ്ങാടി. ഇന്ത്യയിലെ ടെലികോം വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സാം പിട്രോഡ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ ആരാണ്? സർദാർ പട്ടേലാണ്. സർദാർ പട്ടേൽ. ഇന്ത്യയുടെ ഉദ്യാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ബാംഗ്ലൂരാണ്. ഇന്ത്യയുടെ ഏത് അയൽ രാജ്യത്താണ് ദ്വിവേദി ഭാഷ സംസാരിക്കുന്നത്? ഇന്ത്യയുടെ ഏത് അയൽ രാജ്യത്താണ് ദ്വിവേദി ഭാഷ സംസാരിക്കുന്നത്? മാലിദ്വീപിലാണ്. മാലിദ്വീപ്. ദ്വിവേദി ഭാഷ. ഇന്ത്യ വിഭജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന തമസ് എന്ന സിനിമ സംവിധാനം ചെയ്തത് ഗോവിന്ദ് നിഹാലാനിയാണ്. ഗോവിന്ദ് നിഹാലാനി. ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി എവിടെയാണ്? ഡെറാഡൂൺ. ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഡെറാഡൂൺ. ഇന്ദിരാഗാന്ധി ബാങ്കുകൾ ആദ്യമായി ദേശസാൽക്കരിച്ച വർഷം 1969. 1969. ഇലക്ട്രിക് ചാർജിന്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഇലക്ട്രോസ്കോപ്പ്. ഇലക്ട്രിക് ചാർജിന്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇലക്ട്രോസ്കോപ്പ്. രാജ്യസമാചാരം എന്ന പത്രത്തിന്റെ പേരിൽ രാജ്യം എന്നത് അർത്ഥമാക്കുന്നത് സ്വർഗരാജ്യം. രണ്ടാം ഭൗമ ഉച്ചകോടി നടന്ന നഗരം ജോഹന്നാസ്ബർഗ്. ഇടമലയാർ പദ്ധതി ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ് ഇടമലയാർ. ഇടിമിന്നലിന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഭൂട്ടാൻ. ഈഴവ ഗസറ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രസിദ്ധീകരണം വിവേകോദയമാണ്. ഈഴവ ഗസറ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രസിദ്ധീകരണമാണ് വിവേകോദയം. ഉസ്താദ് അഹമ്മദ് ലഹൗറി രൂപകൽപ്പന ചെയ്ത ചരിത്ര സ്മാരകം താജ്മഹൽ. ഉസ്താദ് അഹമ്മദ് ലഹൗറി രൂപകൽപ്പന ചെയ്ത ചരിത്ര സ്മാരകം താജ്മഹൽ. ലളിതാംബിക അന്തർജനത്തിന്റെ ആത്മകഥ. ആത്മകഥയ്ക്ക് ഒരു ആമുഖം. ആത്മകഥയ്ക്ക് ഒരു ആമുഖം എന്നത് ആരുടെ ആത്മകഥയാണ്? ലളിതാംബിക അന്തർജനം. നെഫ്രോൺ ഏത് ശരീരഭാഗത്താണ്? നെഫ്രോൺ വൃക്കയിലാണ്. ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ സി. വിറ്റാമിൻ സി. മൊസാട്ട് ജനിച്ച രാജ്യം ഓസ്ട്രിയ. ഐക്യരാഷ്ട്രസഭ കുടുംബ കൃഷി വർഷമായിട്ട് ആചരിച്ചത് 2014.
കുടുംബ കൃഷി വർഷം 2014. പ്രൈം മിനിസ്റ്റേഴ്സ് ഗ്രാമോദയ യോജന ആരംഭിച്ച വർഷം 2000. ഗ്രേറ്റ് വിക്ടോറിയ മരുഭൂമി എവിടെയാണ്? ഓസ്ട്രേലിയയിലാണ് ഗ്രേറ്റ് വിക്ടോറിയ മരുഭൂമി. ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് അളക്കാൻ സർവേ നടത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ആസാമാണ്. ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് അളക്കാൻ സർവേ നടത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ആസാം. ലോകത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം നോർത്ത് ഈസ്റ്റ് ഗ്രീൻലാൻഡ് നാഷണൽ പാർക്കാണ്. നോർത്ത് ഈസ്റ്റ് ഗ്രീൻലാൻഡ് നാഷണൽ പാർക്ക്. ലോക അമേച്ചർ ബില്യാർഡ്സ് കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ വിൽസൺ ജോൺസ്. ലോക അമേച്ചർ ബില്യാർഡ്സ് കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് വിൽസൺ ജോൺസ്. ലോകായുക്ത ആൻഡ് ഉപലോകായുക്ത നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്ര. ലോകസഭ ഏത് വർഷമാണ് അറ്റോമിക് എനർജി ബിൽ പാസാക്കിയത്? 2015. ലോകസഭ ഏത് വർഷമാണ് അറ്റോമിക് എനർജി ബിൽ പാസാക്കിയത്? 2015. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആക്കാൻ സാധ്യതയുള്ളത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി ഇരുന്നയാളാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി ഇരുന്നയാൾ. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള സർക്കാരിന്റെ മഴക്കൊയ്ത്ത് പദ്ധതി വർഷം. കേരള സാങ്കേതിക സർവകലാശാല നിലവിൽ വന്ന വർഷം 2014. കേരള വെറ്റിനറി സർവകലാശാലയുടെ ആസ്ഥാനം പൂക്കോടാണ്. കേരളത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിന്റെ സ്ഥിരം ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വിതുരയാണ്. കേരളത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിന്റെ സ്ഥിരം ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് വിതുര. കേരള നിയമസഭയിൽ വിശ്വാസ പ്രമേയം അവതരിപ്പിച്ച ഏക മുഖ്യമന്ത്രി സി അച്യുതമേനോനാണ്. സി അച്യുതമേനോൻ. ഏത് ജില്ലയിലാണ് ഉറുമി ജലവൈദ്യുത പദ്ധതി? കോഴിക്കോട് ജില്ലയിലാണ്. ഏത് ജില്ലയിലാണ് ഉറുമി ജലവൈദ്യുത പദ്ധതി? കോഴിക്കോട്. കായലുകളുടെ രാജ്ഞി എന്ന് വിളിക്കപ്പെടുന്ന കേരളത്തിലെ ശുദ്ധജല തടാകം ശാസ്താംകോട്ട. കായലുകളുടെ രാജ്ഞി ശാസ്താംകോട്ട. കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ ഇന്ത്യൻ നദികളിൽ വലിപ്പത്തിൽ രണ്ടാമത് കൃഷ്ണയാണ്. വലിപ്പത്തിൽ 1-ാം സ്ഥാനം ഏത് നദിക്കാണ് എന്ന് കമന്റ് ചെയ്യുക. കുമാരനാശാന്റെ വിചിത്ര വിജയം ഏത് തരം രചനയാണ്? നാടകമാണ്. വിചിത്ര വിജയം എന്ന നാടകം ആരുടേതാണ്? കുമാരനാശാന്റേതാണ്. കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം കേരളത്തിലെ ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ് കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. കൗശൽ വികാസ് യോജനയുടെ ലക്ഷ്യം യുവാക്കൾക്ക് സ്കിൽ ട്രെയിനിങ് ആണ്. കൗശൽ വികാസ് യോജന യുവാക്കൾക്ക് സ്കിൽ ട്രെയിനിങ്. സമാധാന നോബൽ നേടിയ രണ്ടാമത്തെ സംഘടന പെർമനന്റ് ഇന്റർനാഷണൽ പീസ് ബ്യൂറോ. പെർമനന്റ് ഇന്റർനാഷണൽ പീസ് ബ്യൂറോ. ഗവി എന്ന പട്ടണം, ഗവി എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? പത്തനംതിട്ടയിലാണ്. ഗവി എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട. കാറൽ മാർക്സിന്റെ കൃതികൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്ന ജോലികളുടെ ചീഫ് എഡിറ്ററായി പ്രവർത്തിച്ചത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയാണ്. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള. ഗാന്ധിജി ദണ്ഡി യാത്ര ആരംഭിച്ച സ്ഥലം അഹമ്മദാബാദ്. കേരളത്തിലെ ആദ്യ മന്ത്രിസഭയിലെ ആരോഗ്യമന്ത്രി ഡോക്ടർ AR മേനോൻ. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയിലെ ആരോഗ്യമന്ത്രിയായിരുന്നത് ഡോക്ടർ AR മേനോൻ. സുൽത്താൻ തോട് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കണ്ണൂർ ജില്ലയിലാണ് സുൽത്താൻ തോട്. ഹാരോഡ് ഡോമർ മോഡലിൽ രൂപകൽപ്പന ചെയ്ത ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതി 1-ാം പദ്ധതിയാണ്. 1-ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. ഹിറ്റ്ലറുടെ ആത്മകഥയാണ് മെയിൻ കാംഫ്. ആരുടേതാണ്? ഹിറ്റ്ലറുടെ ആത്മകഥയാണ് മെയിൻ കാംഫ്. ജപ്പാനിലെ 50% പേരുടെ മതം ഷിൻഡോയിസം. ജപ്പാൻ. ജലത്തിന്റെ pH മൂല്യം 7. ജാതിനാശിനി സഭ സ്ഥാപിച്ചത് സ്വാമി ആനന്ദ തീർത്ഥൻ. ജാതിനാശിനി സഭ സ്വാമി ആനന്ദ തീർത്ഥൻ.
ജാതി ഭേദമില്ലാതെ തിരുവിതാംകൂറിൽ സ്കൂൾ പ്രവേശനം അനുവദിച്ച വർഷം 1910. നെൽസൺ മണ്ടേല ഭാരതരത്ന ബഹുമതിക്ക് അർഹനായ വർഷം 1990. നെടുമ്പാശ്ശേരി വിമാനത്താവളം ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ്. ഏറ്റവും വലിയ പക്ഷി പ്രതിമ സ്ഥാപിച്ച ജഡായു നേച്ചർ പാർക്ക് എവിടെയാണ്? ചടയമംഗലത്താണ്. ചടയമംഗലം. എല്ലാ ന്യായാധിപന്മാരും ഒരു ആക്ടിവിസ്റ്റാണ്. ഒന്നുകിൽ മുന്നോട്ടുള്ള ഗിയറിൽ അല്ലെങ്കിൽ റിവേഴ്സ് ഗിയറിൽ എന്ന് പ്രസ്താവിച്ചത് VR കൃഷ്ണയ്യർ ആണ്. VR കൃഷ്ണയ്യർ. ലിയാണ്ടർ പയസ് ഒളിമ്പിക്സിൽ ടെന്നീസിൽ വെങ്കലം നേടിയ വർഷം 1996. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് 7 കില്ലിങ്സ് എന്ന പുസ്തകം രചിച്ച മർലൻ ജെയിംസ് ഏത് രാജ്യക്കാരനാണ്? ജമൈക്ക. കരീബിയൻ ദ്വീപരാഷ്ട്രങ്ങളിൽ ജനസംഖ്യയിൽ മുന്നിലുള്ളത് ക്യൂബ. എന്തുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് സുവർണ ചതുഷ്കോണം? റോഡാണ്. റോഡ്. ഓൾ ഇംഗ്ലണ്ട് ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് ജേതാവായ ആദ്യ ഭാരതീയൻ പ്രകാശ് പദുക്കോൺ. ഏഷ്യാറ്റിക് ഗെയിംസിന് ഏഷ്യൻ ഗെയിംസ് എന്ന പേര് നൽകിയത് ജവഹർലാൽ നെഹ്റുവാണ്. ഏഷ്യാറ്റിക് ഗെയിംസിന് ഏഷ്യൻ ഗെയിംസ് എന്ന പേര് നൽകിയത് ജവഹർലാൽ നെഹ്റു. ഏത് നിയമമാണ് കൊച്ചിയിൽ മരുമക്കത്തായം ഇല്ലാതാക്കിയത്? കൊച്ചി നായർ ആക്ട് 1938. ഏത് നിയമമാണ് കൊച്ചിയിൽ മരുമക്കത്തായം ഇല്ലാതാക്കിയത്? കൊച്ചി നായർ ആക്ട് 1938 ആണ്. ഏത് നദിയുടെ തീരത്താണ് പട്ടണം സ്ഥിതി ചെയ്യുന്നത്? പെരിയാർ നദിയുടെ തീരത്താണ്. ഏത് രാജാവിൻ്റെ കാലത്താണ് ചാന്നാർ ലഹള നടന്നത്? ഉത്രം തിരുനാളിൻ്റെ കാലത്താണ്. ഏത് രാജ്യമാണ് ആദ്യമായി ഇന്ത്യൻ പൗരന്മാർക്ക് ബയോമെട്രിക് വിസ സംവിധാനം നടപ്പിൽ വരുത്തിയത്? ഫ്രാൻസ് ആണ്. ഏത് വർഷമാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി പ്രഖ്യാപിച്ചത്? 1947. മൗണ്ട് ബാറ്റൺ പദ്ധതി. ഏത് ജില്ലയിലാണ് കക്കാട് വൈദ്യുത പദ്ധതി? പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട. ഒരു മീനും ഒരു നെല്ലും പദ്ധതി കേരളത്തിൽ എവിടെയാണ് നടപ്പിലാക്കിയത്? കുട്ടനാടാണ്. ഒരു മീനും ഒരു നെല്ലും പദ്ധതി. ഒരു വൈദ്യുത സർക്യൂട്ടിന്റെ പ്രതിരോധത്തിൽ മാറ്റം വരുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് റിയോസ്റ്റാറ്റ്. കയ്യൂർ സമരം നടന്ന ജില്ല കാസർഗോഡ്. കണ്ണൂരിന് കോർപ്പറേഷൻ പദവി ലഭിച്ച വർഷം 2015. കണ്ണൂരിന് കോർപ്പറേഷൻ പദവി ലഭിച്ച വർഷം 2015. ശക്തിയേറിയ ബ്രേക്കുള്ളതും എൻജിൻ ഇല്ലാത്തതുമായ യന്ത്രം എന്ന് എന്തിനെക്കുറിച്ചാണ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ കുറിച്ചാണ്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ കുറിച്ച് ശക്തിയേറിയ ബ്രേക്കുള്ളതും എൻജിൻ ഇല്ലാത്തതുമായ യന്ത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റു. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കിയത്. എല്ലാം പ്രധാനപ്പെട്ട PSC ബുള്ളറ്റിനിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.